MSC എൽസ-3 കപ്പൽ അപകടത്തിന് പിന്നാലെ പിടിച്ചുവെച്ച MSC ആക്ടേറ്റ 2 കപ്പൽ വിട്ടയച്ചു. 1227.62 കോടി രൂപ ബാങ്ക് ഗ്യാരണ്ടിയായി കപ്പൽ കമ്പനി ഹൈക്കോടതിയിൽ കെട്ടിവെച്ചതിനെ തുടർന്നാണ് കപ്പൽ വിട്ടയച്ചത്. സംസ്ഥാന സർക്കാരിന്റെ അഡ്മിറാലിറ്റി സ്യൂട്ടിലാണ് നടപടി. അഹമ്മദ് മുജ്തബ വിവരങ്ങൾ നൽകാനുണ്ട്. മുജ്തബ, വിശദാംശങ്ങൾ എന്താണ്? വർഷം 9,531 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് സംസ്ഥാന സർക്കാർ അഡ്മിറാലിറ്റി സ്യൂട്ട് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തത്. എൽസ-3 അപകടവുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതിക്കുണ്ടായ വലിയ നാശനഷ്ടങ്ങൾ, അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് സംഭവിച്ച ഉപജീവന മാർഗം, കപ്പലിലെ കണ്ടെയ്നറുകളിൽ നിന്ന് പുറന്തള്ളിയ മാലിന്യം നീക്കം ചെയ്യൽ തുടങ്ങി വലിയ, അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മത്സ്യസമ്പത്ത്. ഇതുൾപ്പെടെ വളരെ നാശത്തിലായ ഒരു സാഹചര്യത്തിലാണ്, അല്ലെങ്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ച് ഹൈക്കോടതിയെ സമീപിച്ചത്. പിന്നീട് വിശദമായ വാദം കേട്ടു. അതിനിടയിലാണ് പെട്ടെന്ന് ഈ കമ്പനിയുടെ തന്നെ MSC മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനിയുടെ തന്നെ അക്ടേറ്റ 2 എന്ന് പറയുന്ന കപ്പൽ വിഴിഞ്ഞത്ത് തടഞ്ഞു വെക്കാൻ ഹൈക്കോടതി അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് പിന്നീട് കോടതിയിൽ വിശദമായ വാദം നടക്കുകയും ചെയ്തത്. എന്തായാലും പിന്നീട് ഈ വിശദമായ വാദത്തിനൊടുവിൽ ഈ കേസ് വിശദമായ വാദത്തിന് ഇനി ഇരിക്കുകയാണ്. പക്ഷേ അതിനു മുമ്പ് തന്നെ ഈ കപ്പൽ വിട്ടുകിട്ടണമെന്ന് പലതവണ കമ്പനി തന്നെ, മെഡിറ്ററേനിയൻ കമ്പനി തന്നെ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. പക്ഷെ അതിന് 1227 കോടി രൂപയുടെയും 62 ലക്ഷം രൂപയുടെയും ഒരു ബാങ്ക് ഗ്യാരണ്ടി ബാങ്കിൽ കെട്ടിവെച്ചതിന് ശേഷമാണ് ഇപ്പോൾ അതിന് ഇടക്കാല ഉത്തരവിലൂടെ ഹൈക്കോടതി അനുമതി നൽകുന്നത്. കപ്പൽ എന്തായാലും ഹൈക്കോടതി വിട്ടയച്ചിരിക്കുന്നു. മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനിയുടെ അക്ടേറ്റ 2 എന്ന് പറയുന്ന കമ്പനി, നേരത്തെ ഹൈക്കോടതി തന്നെ അറസ്റ്റ് ചെയ്ത കമ്പനി, കപ്പൽ ഇപ്പോൾ വിഴിഞ്ഞം തീരത്ത് നിന്ന് വിട്ടിരിക്കുന്നു. ഇനി ഈ കേസിൽ വിശദമായ വാദം കേൾക്കേണ്ടതുണ്ട്. എന്തായാലും ബാങ്ക് ഗ്യാരണ്ടിയായി 1227 കോടി രൂപ ഇപ്പോൾ ബാങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഈ വാദത്തിന് വേണ്ടി കെട്ടിവെച്ചിട്ടുണ്ട്. ഇനി ഈ സംഭവം അനുകൂലമായാൽ, സംസ്ഥാന സർക്കാരിന്റെ വാദം പരിഗണിച്ച് അത് അനുകൂലമായാൽ ഈ തുക സർക്കാരിന് ലഭിക്കും. ഒപ്പം തന്നെ അതിന്റെ പലിശയും സംസ്ഥാന സർക്കാരിന് ഉപയോഗിക്കാനാകും. എന്തായാലും വിശദമായ വാദം വീണ്ടും നടക്കാനിരിക്കുകയാണ്. വർഷ.